ഗോപികൃഷ്ണ, കണ്ണപ്പമ്മാവ വന്നിരിക്കണോ വന്നിരിക്കണോ. എരുമാളെ, നിന്റെ പണയിടപാട് പോലെയല്ല എന്റെ അടിയിടപാട്. കൊടുത്തത് കിട്ടിയില്ലെങ്കിലും കിട്ടിയത് കൊടുക്കായിരിക്കൂല ഏട്ടാ. ഒരു രക്ഷയില്ല. പ്രഭാസ് നാൾ തിരിച്ചു വന്നത് കാരണം പ്രഭാസിന് തിരിച്ചുവരവാണ്. ഞാൻ വീഴ്വേൻ എന്ന് നിனைத்தாயோ? ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. പടം കണ്ടേട്ടാ, ഗംഭീരോട് ഒരു രക്ഷയുമില്ല. സൂപ്പർ സൂപ്പർ, വേറെ ലെവൽ വർമ്മ, വേറെ ലെവല്. കണ്ടില്ലേ, കാണികള് ത്രില്ലടിച്ച് നിക്കണേ. അത് ശരിക്കും പറഞ്ഞാൽ പ്രഭാസിന്റെ ഒരു അഴിഞ്ഞാട്ടാണ് ശരിക്കും നടക്കുന്നത്. പിള്ളേരൊക്കെ പറയത്തില്ല ഇതിനകത്ത് പുള്ളിയുടെ ആ ഒരു സ്വാഗും എല്ലാം പൊളിച്ചിട്ടുണ്ട്. ഒരു ബാഹുബലിക്ക് ശേഷം പ്രഭാസിനെ കാണുമ്പോൾ ആ ഒരു ഫീൽ ഇടണം പോയി. മതി, ഇത് ധാരാളം മതി. ഇടയ്ക്കിടയ്ക്ക് പോകും വരികയൊക്കെ ചെയ്യും. അതിന് ഒരുത്തരും എന്നെ ടാറ്റാന്ന് വിടണ്ട. ഇപ്പോഴത്തന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നോക്കിയടാ രോമ എന്നേക്കുന്നത്. പൃഥ്വിരാജിന്റെ എൻട്രി, തകർപ്പൻ എൻട്രി. പൃഥ്വിരാജ് തകർത്തു. ഇത് ഞാൻ തകർത്തു. ഇത് സത്യം പറഞ്ഞ പുകഴത്തിലാണെന്ന് വിചാരിക്കില്ല. വേറെ ലെവൽ, വേറെ ലെവൽ ഒന്നും പറയാനില്ല. ആക്ഷൻ ഗംഭീരം. ഒരു രക്ഷയില്ല. തിയേറ്ററിൽ പോയി കാണണം. എന്റെ പ്രതാപൻ സാറേ, ട്രെൻഡ് സെറ്റർ എന്ന് പറഞ്ഞ ഇതാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒരു രക്ഷയില്ല. സെക്കൻഡ് പാർട്ടിന് വെയിറ്റ് ചെയ്തിരിക്കുക. സെക്കൻഡ് പാർട്ട് വരാണ്ട് അത് വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ്. എന്റെ മാതാവേ, ഞങ്ങൾ എന്തൊക്കെയാണ് ഈ കാണുന്നത്? ഇത് തരക്കടില്ലല്ലോ, ഓൻ ചരിത്രം ആവർത്തിക്കാണല്ലോ. പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. തകർപ്പൻ. അതായത് പ്രഭാസും പൃഥ്വിരാജും വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് ഒരു പടി മുന്നിലാ. പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലേ സാറേ. എന്റെ പുണ്യാളം കൊണ്ടുവന്ന ഇവനെ. പ്രഭാസിന്റെ ഒരു ഇത് അത് അടിപൊളിയായിരുന്നു. ആ റെബൽ കിങ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കറക്റ്റ് ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. പാട്ട്, ഡാൻസ്, ആക്ഷൻ, ഭാവാഭിനയം. എനിക്കൊന്ന് പ്രഭാസിനെക്കാളും നല്ല കൈയടി പൃഥ്വിരാജ്. അത് കിടക്ക് കാലക്ക്. പൃഥ്വിരാജിന്റെ ഒരൊറ്റ സീനും അത് നിങ്ങൾ പോയി കാണുമ്പോൾ മനസ്സിലാവും. ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സീനുണ്ട്. അടുത്ത മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റിയ നിമിഷമാണ് പൃഥ്വിരാജിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു 5-6 ഏലസും കൂടി മേടി ജപിച്ച് എന്റെ അരയിലും കൂടെ കെട്ട് ഇവനെ ദൃഷ്ടിപ്പെടും. ഞാനും നീ ഇതുപോലെ നേരത്തെ ഒരുമിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ചതിവ് പറ്റുമായിരുന്നോടെ. ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്തൊരു കാര്യം. പാർട്ട് 2 വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. നീ തീർന്നടാ, നീ തീർന്നു. തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ.